നമസ്കാരം. ഇക്കഴിഞ്ഞ ഡിസംബർ 7-ന് ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലുള്ള ഒരു മലയോര ഗ്രാമത്തിൽ ഒരു കുടുംബത്തിലെ 5 പേര് മരിച്ചു. ദുരൂഹ മരണമായിരുന്നു ഫസൽ ഹുസൈന്റെയും 4 മക്കളുടെയും. 45 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ ഗ്രാമത്തിൽ ദുരൂഹ മരണങ്ങൾ 17ആയി. ഒന്നിനു പിറകെ ഒന്നായി ഓരോരുത്തർ മരിച്ചു വീഴുമ്പോഴും പരിഭ്രാന്തിയിലാണ് ആ ഗ്രാമം. 3 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഇതുവരെ മരിച്ച 17 പേരും. മരിച്ചവരിലേറെയും ഒരു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്നതൊഴിച്ചാൽ മരണത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താൻ അധികൃതർക്കായിട്ടില്ലെന്നതാണ് ഭീതി പടർത്തുന്നത്. കൂട്ടത്തോടെയുള്ള ദുരൂഹ മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മന്ത്രാലയ സംഘത്തെ രൂപീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര സംഘം ഗ്രാമത്തിൽ സന്ദർശനം നടത്തി. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഡയറക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മരിച്ചവരുടെ വീടുകളിലടക്കം സന്ദർശനം നടത്തിയത്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും മരണകാരണങ്ങൾ മനസ്സിലാക്കാനും രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ രംഗത്തെ വിദഗ്ധരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പനി, വേദന, ഓക്കാനം, ബോധക്ഷയം എന്നിവയോടെ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന ആളുകൾ ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളതെന്നാണ് അധികൃതർ പറയുന്നത്. ഭയം കൊണ്ട് ചിലർ വീടിന് പുറത്തിറങ്ങുന്നില്ലെന്നും കോവിഡ് കാലത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു ഭീതിയും മരണങ്ങളും കണ്ടിട്ടില്ലെന്നാണ് ഗ്രാമീണർ പറയുന്നത്. മരണകാരണം എന്തെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ തൽക്കാലം വിവാഹം പോലെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന പരിപാടികളൊന്നും സംഘടിപ്പിക്കരുതെന്ന് അധികൃതർ ഗ്രാമീണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ സ്ഥലത്തെത്തി വെള്ളവും ഭക്ഷണവും അടക്കം ചില സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ സാമ്പിളുകളിൽ ചില ന്യൂറോ ടോക്സിനുകൾ കണ്ടെത്തിയതായി വിദഗ്ധർ ജമ്മു കശ്മീർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധികളുടെ സാധ്യതയും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡിസംബർ 2-ന് ഫസൽ ഹുസൈന്റെ മകൾ സുൽത്താനയുടെ വിവാഹത്തിൽ ഗ്രാമീണർ ഒത്തുകൂടിയിരുന്നു. ഇതിനുശേഷം ഡിസംബർ 7-നും 8-നുമായി ഫസലും തന്റെ 4 മക്കളും രോഗം പിടിപെട്ടതിന് പിന്നാലെ മരിച്ചു. ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. പിന്നാലെ മുഹമ്മദ് റഫീഖിന്റെ ഗർഭിണിയായ ഭാര്യയും 2 ആൺമക്കളും 1 മകളും ഉൾപ്പെടെ 4 പേർ സമാനമായ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അധികൃതർക്ക് അപകടം മണത്തറിഞ്ഞത്. തുടക്കത്തിൽ ചെറിയ പനിയും തുടർന്ന് ബോധക്ഷയവും വന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ചികിത്സയ്ക്കിടെ റഫീഖിന്റെ ഭാര്യയും 3 മക്കളും മരിച്ചു. റഫീഖും ഫസലും ബന്ധുക്കളും ഇവർ വിവാഹത്തിൽ പങ്കെടുത്തവരാണെന്നും അറിഞ്ഞതോടെ ഭക്ഷ്യവിഷബാധയായിരിക്കുമെന്നാണ് ഡോക്ടർ ആദ്യം കരുതിയത്. എന്നാൽ പരിശോധനയിൽ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ട ശേഷവും അതേ ഗ്രാമത്തിൽ നിന്ന് സമാനമായ രോഗലക്ഷണങ്ങളുമായി കൂടുതൽ ആളുകളെ രജൌരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. പലരും സമാനമായ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി അസ്ലം എന്നയാളുടെ കുടുംബത്തിലാണ് കൂട്ടമരണമുണ്ടായത്. ജനുവരി 12-നും 17-നും ഇടയിൽ അസ്ലമിന്റെ 5 മക്കളും അമ്മാവനും അമ്മായിയും അടക്കമുള്ളവരാണ് മരിച്ചത്.